ഇതിനോടകം എല്ലാവരും കേൾക്കാൻ കൊതിച്ചിരുന്ന, ഈ ലോകം കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 ദിവസത്തേക്കാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവന്ന ചർച്ചയുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം താൻ നൽകി കഴിഞ്ഞു എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നു. 5 ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസ് തുറക്കാൻ 48 മണിക്കൂറിന്റെ അന്ത്യശാസനം നൽകിയ ട്രംപാണ് പെട്ടെന്ന് നിലപാട് മാറ്റിയിരിക്കുന്നത്, അവിടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനോദ് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, ലോകം കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയാണ്, പക്ഷേ താൽക്കാലിക വെടിനിർത്തൽ തങ്ങൾ അംഗീകരിക്കില്ല എന്നും സമ്പൂർണമായ യുദ്ധം അവസാനിപ്പിക്കലാണ് തങ്ങൾക്ക് വേണ്ടതുമെന്നും ഇറാൻ നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതികരണമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ഈ പ്രതീക്ഷ നൽകുന്ന വാർത്തയിൽ ട്രംപ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. താൽക്കാലിക വെടിനിർത്തൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം തീർക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ 4 ആഴ്ചയാകുന്നു, യുദ്ധം തീർന്നിട്ടില്ല. അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ ലക്ഷ്യം വെച്ചത്, അതിലേക്ക് പൂർണ്ണമായും എത്താൻ ഇരു രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ആഴ്ച പൂർത്തിയാകുമ്പോൾ ഇതാ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. താൽക്കാലിക വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഇറാന് മേൽ, പ്രത്യേകിച്ച് ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങളുണ്ട്, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന ഒരു അറിയിപ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ്, ലോകത്തിന് ആശ്വാസം നൽകുന്ന അറിയിപ്പാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ആശങ്കയിൽ ആയിരുന്നു. ഊർജ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധി, അതിനൊക്കെ തന്നെ വിരാമമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇറാൻ്റെ ഇതിനോടുള്ള പ്രതികരണം എന്ത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഖത്തറിൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇറാൻ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, ഇറാന് മേലുള്ള എല്ലാ ആക്രമണവും സ്ഥായിയായി തന്നെ അവസാനിപ്പിക്കണം. താൽക്കാലികമായ ഒരു വെടിനിർത്തലിനോട് എങ്ങനെയായിരിക്കും ഇറാന്റെ പ്രതികരണം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പറയുന്നത് ഈ ആണവ നിരായുധീകരണം എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇറാന് മേലുള്ള അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്ന വിശദീകരണമാണ് ഇറാൻ ആദ്യം മുതൽ നൽകിയത്. എന്നാൽ ഇത് മുഖവിലയ്ക്കെടുക്കാതെ ഒരു ആക്രമണത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇറാനിൽ വലിയ നാശനഷ്ടമുണ്ടായി. പിന്നീട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. അറബ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എയർ സ്പേസ് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് യുദ്ധകേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ള സമീപ രാജ്യങ്ങളെ, അയൽ രാജ്യങ്ങളെ ഒന്നാകെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ പോയി. അവിടെ UAE ആക്രമിച്ചു, സൗദിയെ ആക്രമിച്ചു, ഒമാനെ ആക്രമിച്ചു, ഖത്തറിനെ ആക്രമിച്ചു, കുവൈറ്റിനെ ആക്രമിച്ചു, ജോർദാൻ. ആ തരത്തിൽ വലിയ തോതിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായി. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ച അയൽ രാജ്യങ്ങളെ ഒന്നാകെ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. സഹോദര രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് കണ്ടിരുന്ന രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, അത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഇടപെടൽ എന്നത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇറാൻ പോയത്. ഏതായിരുന്നാലും ഇപ്പോൾ ഓഹരി വിപണിയിലും അതോടൊപ്പം തന്നെ ഇന്ധന വിലയിൽ പോലും ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു. ബാരലിന് $113 എന്ന വില ഇപ്പോൾ $107 കുറഞ്ഞിരിക്കുന്നു. രേണുക, ഏറ്റവും നിർണായകമായ കാര്യം, ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തന്നെ എണ്ണ വിലയിൽ കുറവുണ്ടാകുന്നു. അത് ഓഹരിയിൽ പ്രതിഫലിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നുമായും നിക്ഷേപകർക്ക്, ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് 13 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഓഹരി വിപണിയിൽ സംഭവിച്ചത്. ഓഹരി വിപണി പൂർണ്ണമായും തകർന്നടിയുന്ന നിലയിലേക്ക് മാറിയിരുന്നു. അതിനൊക്കെ തന്നെ പരിഹാരമായിരിക്കുന്നു. സ്വർണ്ണവിലയ്ക്ക് വലിയ കുറവുണ്ടായി. 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില വരുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായും ലോകം എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഈ വാർത്ത എന്നതിന്റെ സൂചനയാണ് ബ്രെന്റ് ക്രൂഡിന്റെ വില കുറഞ്ഞതിലൂടെ മനസ്സിലാകുന്നത്. ഒറ്റയടിക്ക് വില കുറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം ആവശ്യമായിരുന്നു ലോകത്തിന് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത്. ട്രംപിനും അത് അത്യാവശ്യമായിരുന്നു എന്നതാണ് കാണുന്നത്. ഇറാനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ട്രംപ് 48 മണിക്കൂറിന്റെ ഒരു ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചിരുന്നത്. അത് ഹോർമുസ് തുറക്കുക എന്നതാണ്. ഹോർമുസ് തുറക്കുന്നത് ഈ ഊർജ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അത്രമാത്രം പല രാഷ്ട്രങ്ങളും, ഏഷ്യൻ രാഷ്ട്രങ്ങൾ
ഏറ്റവും അധികം ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ വലയുന്ന ഘട്ടത്തിലാണ് ട്രംപ് അങ്ങനെ ഒരു അന്ത്യശാസനം ഇറാനെ സംബന്ധിച്ച് കൊടുക്കുന്നത്. 48 മണിക്കൂർ അന്ത്യശാസനം അവസാനിക്കാൻ 12 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോഴാണ് ഇറാനുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണ്, പൂർണ്ണ പരിഹാരം തേടി നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമാണ് എന്ന് ചൂണ്ടിക്കാട്ടി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇറാൻ എന്താണ് ചെയ്തത്? ഹോർമുസ് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ശത്രുക്കൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നു. അത് തുടരുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. ഇറാന്റെ IRGC ചെയ്തതും അതുപോലെ തന്നെയായിരുന്നു. അവർ ഈ വെല്ലുവിളി ആവർത്തിക്കുകയാണ് ചെയ്തിരുന്നത്. മാത്രവുമല്ല, അതുവഴി കടന്നു പോകുന്നതിന് വലിയ ടോൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് പിരിക്കാനുള്ള നീക്കം കൂടി ഇറാൻ ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ കാണണം. വിനോദ്, ഈ ടോൾ പിരിക്കാനുള്ള നീക്കം ഇറാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നതാണ്. ഏതാണ്ട് 2 മില്യണൊക്കെ ടോൾ നിരക്ക് ഏർപ്പെടുത്തി ഇറാൻ അതുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഹോർമുസിൽ ഇറാൻ പിടിമുറുക്കിയപ്പോൾ ഭയന്നുപോയോ ട്രംപ് എന്ന് തോന്നിപ്പോകുന്നു. ട്രംപ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റിയിരുന്നു. പ്രസ്താവനകളിൽ വൈരുദ്ധ്യം കണ്ടിരുന്നു. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞത് ആ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അതാത് രാജ്യങ്ങൾ അവരുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം ഹോർമുസ് പൂർണ്ണമായി തുറന്നു കൊടുക്കണമെന്നും അല്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ പൂർണ്ണമായും ആക്രമിക്കുമെന്ന ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ആ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നത്. അവിടെ ഇറാനുമായി നടത്തിയ ചർച്ചകൾ സമവായത്തിലേക്ക് പോകുന്നു എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. എന്ത് തന്നെയായിരുന്നാലും ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ യുദ്ധക്കെടുതി അത് വലിയ തോതിൽ ലോകരാഷ്ട്രങ്ങളെ ബാധിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പശ്ചിമേഷ്യയിലാണ് സംഘർഷമെങ്കിൽ പോലും അത് മുഴുവൻ ലോകരാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരുന്നു. വലിയ പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നു. നമുക്കും അനുഭവങ്ങൾ ഉണ്ടായതാണ്. വ്യക്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഹോട്ടലുകളെല്ലാം പൂട്ടിപ്പോകുന്ന നിലയാണ്. പാചകവാതകത്തിന് വലിയ തോതിൽ ആളുകൾ നെട്ടോട്ടമാകുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചു വരുന്നു. ടൂറിസം രംഗം താറുമാറാകുന്നു. അങ്ങനെ ഏറ്റവും തെളിവുകൾ ദൃഷ്ടാന്തമായി നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. മറ്റൊരു കാര്യം, രേണുക പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില നീക്കങ്ങൾ, അത് പ്രത്യേകിച്ച് ഹോർമൂസിൽ ചുങ്കം പിരിക്കുക എന്ന നിലയിലേക്ക് അവർ മാറിയിരുന്നു. യുദ്ധത്തിനുള്ള തുക സമാഹരിക്കുക, അതിനപ്പുറം ഇറാന്റെ പുനർനിർമ്മാണം എന്ന ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചുങ്കപ്പിരിവിലേക്ക് പോകാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു. ഹോർമൂസ് കടക്കുന്ന കപ്പലുകൾ ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 18 കോടി രൂപ എന്ന നിലയിലേക്ക് വലിയ മദർഷിപ്പുകളിൽ നിന്നൊക്കെ പിരിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് ഇറാൻ കടന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതും വലിയ തോതിൽ രാജ്യങ്ങളെ ബാധിക്കുന്നതായിരിക്കും. കപ്പലുകൾ കടന്നു പോകാൻ അനുമതി നൽകുന്നതിനോടൊപ്പം തന്നെ വലിയ തുക അവിടെ ചുങ്കം നൽകേണ്ടി വരുന്നത്, അവിടെ അങ്ങനെ ഒരു താരിഫ് വെക്കുന്നതോടുകൂടി മറ്റ് രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി മാറുമായിരുന്നു. ഏതായിരുന്നാലും അതിനൊക്കെ തന്നെ ഒരു പരിഹാരമുണ്ടാകുന്ന നിലയിലേക്ക് ഇതിപ്പോൾ പോകുന്നു. ക്രൂഡ് വിലയിൽ ഇപ്പോൾ രേണുക ഏറ്റവും പുതിയ കണക്ക്, ഈ പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾ കഴിയുമ്പോൾ ക്രൂഡിൻ്റെ വിലയിൽ 10% കുറവ് വന്നിരിക്കുന്നു. വലിയ തോതിൽ എണ്ണവില, രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയുന്നു